വഹാബി ഒരു കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബിയാക്കാതെ തിരിച്ചുകൂല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള കാസിമിന്റെ അറിവനുസരിച്ച് ഒരു വഹാബി നിങ്ങൾ എന്ത് പണിക്ക് വിളിച്ചോ ആ പണി എടുക്കുന്നതിന് മുമ്പ് ആ പണിക്കടിയിൽ എന്ത് ചെയ്യും, നിങ്ങളെ അയാൾ വഹാബിയാക്കിയിട്ട് പോകുന്നതാണ്. എന്തായാലും മൂപ്പര് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. തെങ്ങിന് കളക്കാൻ വിളിക്കുക ഒരു വഹാബിയെ. ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങി. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോകും. എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബിയാക്കിയിട്ടേ പോകും. നിങ്ങൾ അന്ന് ഉച്ചയാകുമ്പോഴത്തേന് എന്നെ പിരിച്ചുവിട്ടാൽ രക്ഷപ്പെടും. ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും ഒന്ന് എടുത്തു നോക്കി, അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും നാശം. ചുരുക്കി പറഞ്ഞാല് ഇവിടെയുള്ള ഖുറാഫികൾ മുഴുവൻ ഏതെങ്കിലും ഒരു വഹാബിസം പറഞ്ഞാല് അയക്കിന് പോരാൻ നിൽക്കുകയാണ് എന്നർത്ഥം. അത്രയുള്ള ഉറപ്പുള്ളൂ ഇവർക്ക് ഖുറാഫിസത്തിലുള്ള വിശ്വാസം എന്നാണ് ഇയാൾ പറയണത്. ആരാ പറയണത്? മുതിർന്ന നേതാവ് തന്നെ. ഇയാൾക്ക് കുറെ അണികളുണ്ട്. അപ്പൊ ഇയാളെ കുറിച്ച് ഈ അണികൾക്കൊരു ധാരണ ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് വഹാബികളെ എന്തിനേലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു ബാക്കിയുള്ള പോലെ വഹാബിയാക്കുന്ന പറഞ്ഞത്. അപ്പൊ ഇങ്ങോട്ട് നിൽക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടേക്കോളി, അതിന് നിങ്ങൾക്ക് കഴിയണില്ലല്ലോ. ഒരു 2-3 തവണ അവന്റെ ബാർബർ ഷാപ്പിൽ തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അവന്റെ വെള്ളിയിൽ പോകും. അതെ, ഒരു 3 തവണ മൂപ്പരെ ബാർബർ ഷോപ്പൊക്കെ കയറിപ്പോയാൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വഹാബിയുടെ പള്ളിക്കൊക്കെ പോകും. ശരിയാണ്, ഉണ്ടായിക്കൂടായില്ല. കാരണം വിശ്വാസം അത് പകർന്നു നൽകാനുള്ള തന്നെയാണ്. അത് പകർന്നു നൽകുമ്പോൾ ഒരു പക്ഷെ വിശ്വാസികൾ അത് മനസ്സിലാക്കിയേക്കാം. എന്തായാലും നിങ്ങൾ ബാക്കി കൂടിയാണ് പറയും, കേക്കട്ടെ. ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പുതിയാപ്പിളെ വഹാബിയാക്കും. അതെ, ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പുതിയ ആപ്പിളെ വഹാബിയാക്കും. അപ്പൊ നിങ്ങളെ മുരീദുമാരൊക്കെ എവിടെ നിൽക്കണത്? നിങ്ങൾ ഈ പറഞ്ഞ ശൈഖുനമാർക്കൊക്കെ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പാടുന്ന മാലപ്പാട്ടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെങ്കിൽ ദഹമൗത്തത് കൂട്ടിയിടും ഒക്കെ പറഞ്ഞ പാടല്ലേ. ഈ പാട്ടിനൊന്നൊരു കാര്യമില്ല. കാരണം എന്താണ്, നിങ്ങൾ നിങ്ങളെ മാർഗത്തിൽ നിന്ന് ഇത്ര പെട്ടെന്ന് പോരുമെങ്കിൽ ഈ പറയുന്ന കഴിവുള്ള മൊയ്തീൻ ഷെയ്ഖും ഇവരൊക്കെ വെറുതെ അല്ല നിങ്ങൾക്ക് കാവലിക്കണത്. ഒരു വഹാബി പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചാൽ പുതിയാപ്പിളെ വഹാബിയാക്കും. തിരിച്ച് ഒരു സുന്നി ചെറുപ്പക്കാരൻ വഹാബി മനസ്സിലാക്കണം, ചിന്തിക്കണം സഹോദരങ്ങളെ. നിങ്ങള് ഒരു സുന്നിക്കാരൻ വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്തുകൊണ്ട് ആ വഹാബി പെണ്ണിനെ സുന്നിയാക്കാൻ കഴിയണില്ല, ഖുറാഫിയാക്കാൻ കഴിയണില്ല? അവനവന്റെ കഴിവ് കേട് വിളിച്ചു പറയുന്ന ഇത്രയും ഒരു മോശമായിട്ടുള്ള വർത്താനം പറയണ വേറെ ആരാ ഉണ്ടാവുക? ഒരു സുന്നി ചെറുപ്പക്കാരൻ വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയാവും. ഇനി വഹാബിയായ പുരുഷൻ ഒരു സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ? ഒരു വഹാബി പെണ്ണിനെ സുന്നി കല്യാണം കഴിച്ചാൽ സുന്നി വഹാബിയാവും. ഇനി വഹാബിയായ ചെറുപ്പക്കാരൻ സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ? പെണ്ണ് വഹാബിയാവും. ചുരുക്കി പറഞ്ഞ നമ്മളെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനമില്ല എന്നർത്ഥം. രണ്ടും അങ്ങനെയായിരിക്കും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. പൊതുവെ പിന്നെ ആധുനിക ജനതയ്ക്ക് പെണ്ണുങ്ങളിലേക്കൊരു മയലാൻ, ഒരു ചായല്, ഇത് അവസാന കാലമാണ്. ഇയാൾ എന്താണോ പറഞ്ഞത് അതിനെതിരെ ഇയാൾ തന്നെയാണ് പറയണത്. പൊതുവെ ആധുനിക ജനങ്ങള് പെണ്ണുങ്ങളെ മേത്തക്കണി ചായയാണ്. ആധുനിക ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പരന്നെ പറയണത്, ഒരു ഖുറാഫി പെണ്ണിനെ, ഒരു സമസ്തക്കാരി പെണ്ണിനെ മുജാഹിദിന്റെ ആൾക്ക് കല്യാണം കഴിച്ചാൽ ആ പെണ്ണെന്ത് ചെയ്തു? മുജാഹിദാവും. അപ്പോൾ മുജാഹിദുകൾ എന്ത് ചെയ്യൂല? അങ്ങോട്ട് ചായൂല എന്ന് മൂപ്പര് പറയാണ്. പിന്നെ ആരാ ചായ? പെണ്ണിനെ കാണുമ്പോഴത്തേന് ചായണ ആരാണ്? സമസ്തക്കാര്. അതാരാ പറഞ്ഞേ? റഹ്മത്തുള്ള കാസിമി. കാരണം എന്താണ്, ഒരു മുജാഹിദ് പെണ്ണിനെ കൊടുന്നാല് ആ സമസ്തക്കാരൻ മുജാഹിദാവും. നേരെ മറിച്ച് ഒരു സുന്നി പെണ്ണിനെ ഇങ്ങോട്ട് കൊടുന്നാല് ആ സുന്നി പെണ്ണ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മുജാഹിദാവും. അല്ലാതെ ഈ കൊടുന്ന മുജാഹിദ് അങ്ങോട്ട് മറിയില്ല. ആരാ പറഞ്ഞത്? റഹ്മത്തുള്ള കാസിമി തന്നെ. അപ്പൊ സ്വന്തം അവനവന്റെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ല എന്നും അവർ പെണ്ണിനെ കണ്ട അങ്ങോട്ട് ചായുന്നു ആര് പറയണേ? ഈ പറയപ്പെട്ട മുസ്ലിയാർ പറയുന്നു. ഓ, അത് ശരി. ആദ്യം കെട്ടിയത് ചിന്തിക്കണം. വഹാബി പെണ്ണിനെ സുന്നി ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ ചില്ലറ ആഴ്ചകൾ കൊണ്ട് ഈ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയായതിന്റെ 100 ഉദാഹരണം ഞാൻ കാണിക്കൂ. നിങ്ങൾക്കറിയാം,
അതെ, കാണിക്കാനുണ്ടാവും മുസ്ലിയാരെ. കാരണം നിങ്ങൾ ഒരു മുജാഹിദിന്റെ വേളൊന്നും കേൾക്കാൻ പാടില്ല, ഒരാളെ വർത്താനം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി കൊണ്ട ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ച് അറിയുമ്പോൾ വിശ്വസിച്ചു പോകും. നിങ്ങൾ ഈ മാല മൗലൂദുകളിലെ നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓവറാക്കി പഠിപ്പിച്ചെന്നല്ലാതെ ഒരു ഖുറാനോ ഒരു ഹദീസോ പഠിപ്പിക്കാതെ, ഒരു ഖുറാന്റെ ആയത്തോ ഒരു ഹദീസോ പഠിപ്പിക്കാതെ നിങ്ങൾ ഈ മാല മൗലൂദുകൾ പഠിപ്പിച്ചാണ്ട് ഇസ്ലാമിനെ എന്താണ് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം കേൾക്കുമ്പോൾ മനസ്സ് മാറിപ്പോകും. അതിന് മുസ്ലിയാർ പേടിച്ചിട്ട് കാര്യമില്ല. 100 ഉദാഹരണം ഞാൻ കാണിക്കൂ. നിങ്ങൾക്കറിയാം, നിങ്ങളെ വയലിലുണ്ടോ, എൻ്റെ വയലിലുണ്ടോ? ഉണ്ടാവും, അനവധി ആളുകൾ ഉണ്ടാവും, ഒരു സംശയവുമില്ല. നിങ്ങൾ പല മാലകളും പാടുങ്ങൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് പറയാ ഓൽ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ഓൽ തന്നെയാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഓലാണ് പടച്ചോനേക്കാളും മേലെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓലെക്കുറിച്ച് മാലി മൗലൂദ് ഉണ്ടാക്കി ഓതാ പാടാന്നല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ എവിടെങ്കിലും നിങ്ങൾ ഖുർആന്റെ ആയത്ത് ഓതി അർത്ഥം പറഞ്ഞാണ് ക്ലാസ് എടുക്കലുണ്ടോ? എവിടെങ്കിലും ഒരു ഹദീസ് ഓതിയാണ് നിങ്ങൾ ക്ലാസ് എടുക്കലുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ആകെ മാലപ്പാട്ടുകളല്ലാതെ വേറൊന്നുമില്ല. ആ ആളുകൾക്കിടയിൽ ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു നൽകാൻ ഒരു മുജാഹിദ് ശ്രമിക്കുമ്പോൾ അതിന് നിങ്ങൾ ഭയന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിക്കേ, അപ്പൊ നിങ്ങളെ വിശ്വാസം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു CM മടവൂര് റോഡ് കൂടി പോയപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിനോട് നിൽക്കുക അവിടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ആ ജാതി വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ എന്തൊക്കെ വിശ്വാസം നിങ്ങൾക്കുള്ളത് അറിയോ? പടച്ചോൻ പൊറുക്കാത്ത കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഖുറാഫിസം, അതിനെതിരെ മുജാഹിദുകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടി തന്നെയാണ്. കാരണം ഈ ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ട് വേണം നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിയാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളാളുകൾക്ക് യഥാർത്ഥ വിശ്വാസം പകർന്നു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം നിങ്ങളെ വിശ്വാസം പഴച്ചു തന്നെയാണ്. അള്ളാഹുവിന്റെ കഴിവ്, മഴ പെയ്യിക്കാൻ മറ്റുള്ളവർക്ക് കഴിവുണ്ട്. കടലത്തെ വെള്ളത്തിന്റെ ഉപ്പ് വെള്ളം ഒഴിവാക്കിയിട്ട് ശുദ്ധജലമാകുന്ന ആജ്ഞാപിക്കാൻ കഴിവുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അള്ളാഹു റസൂലിനില്ലാത്ത കഴിവുകൾ പലതും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പല കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 700-ലധികം വർഷം ജീവിച്ച ആളുകളുണ്ട് ഭൂമിയിൽ. ഒരു ഷെയ്ഖുനാക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന ഒന്നും വേണ്ട. ഈ തൃപ്പനച്ചിയിൽ, മലപ്പുറത്ത് തൃപ്പനച്ചിയിൽ ഒരു കൊടിമരം നാട്ടിയിട്ട് അതിൻ്റെ അടുത്ത് കൂടി നടന്നാൽ ഹജ്ജിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞ ഖുറാഫികളുടെ വിശ്വാസത്തിൽ എവിടെയാണ് ഇസ്ലാമിക വിശ്വാസം ഉള്ളത്? എന്നാണ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഇനി മനസ്സിലാക്കുക? തലയിലൊരു തൊപ്പിയും ഒരു വെള്ളക്കുപ്പായും വെള്ള തുണി എടുത്താൽ മുസ്ലിമായി എന്ന് വിചാരിച്ചു പോകരുത്. എന്നിട്ട് നല്ലൊരു പേരും റഹ്മത്തുള്ള എന്നൊരു പേരിട്ടാല് മുസ്ലിമായി എന്ന് വിചാരിക്കരുത്. വിശ്വാസം, അടിസ്ഥാന വിശ്വാസം ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളൊരു വിശ്വാസമെങ്കിലും വേണം. അള്ളാഹു മാത്രമേ ആരാധനക്കറിയാനുള്ളൂ എന്നപ്പുറത്ത് വേറൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അതിനപ്പുറത്ത് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം, അതാണ് മുസ്ലിമിന് വേണ്ടത്. അതുപോലും നിങ്ങൾക്കില്ല. നിങ്ങളെ ശൈഖുനമാർക്ക് തോന്നുമ്പോൾ മഴ പെയ്യിക്കാനും, തോന്നുമ്പോൾ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കാനും, തോന്നുമ്പോൾ കുട്ടികളെ വേണ്ടാന്ന് പറയാനും, തോന്നുമ്പോൾ അസുഖം മാറ്റാനും ഒക്കെ കഴിവുള്ള ആളുകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇല്ലാത്ത കഴിവുകൾ പ്രചരിപ്പിക്കുക. നഊദു ബില്ലാഹ്. ഇവരുടെ ഈ ഖുറാഫത്തിന്റെ ഫിത്നയിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.